ഹലോ ഗൈസ്, നമ്മളുടെ അടുത്ത ടോപ്പിക്കാണ് ക്രോമസോം മാപ്പിംഗ്. ഈ ക്രോമസോം മാപ്പിനെ തന്നെ നമ്മൾ ജനറ്റിക് മാപ്പെന്നും ക്രോസ് ഓവർ മാപ്പെന്നും ജീൻ മാപ്പെന്നും അങ്ങനെ പല പേരിൽ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ ക്രോമസോം മാപ്പ് അല്ലെങ്കിൽ ജനറ്റിക് മാപ്പ് എന്ന് പറയുന്നത് ലിങ്ക്ഡ് ജീൻസ് തമ്മിലുള്ള റിലേറ്റീവ് ഡിസ്റ്റൻസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. നമ്മുടെ ഗ്രാഫൊക്കെ ഇല്ലേ, അതുപോലെ ഗ്രാഫിൽ നമ്മൾ വാല്യൂസ് എല്ലാം കൊടുക്കുന്ന പോലെ തന്നെ ഇതിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ലിങ്ക്ഡ് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇത് യൂസ് ചെയ്ത് നമ്മൾ ഓരോ ജീൻസിൻ്റെ പൊസിഷനും അവർ തമ്മിലുള്ള ദൂരവും എല്ലാം വച്ചിട്ട് നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കുകയാണ്. ഞാനത് എങ്ങനെയാണെന്ന് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്താണ് നമ്മുടെ ക്രോമസോം മാപ്പിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ യൂസസ് എന്ന് നോക്കാം. ആദ്യത്തെ ഒരു യൂസ് അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത് ഓരോ ലിങ്ക്ഡ് ജീൻസിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്, അവർ എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ ലീനിയർ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ക്രോമസോം മാപ്പ് എന്ന് പറയുമ്പോൾ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വിചാരിക്കരുത്. സാധാരണ നമ്മളുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു മാപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ്റെ ഒരു സാധാരണ റൂട്ട് മാപ്പ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്, അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ കോട്ടയം ജില്ലയുടെ തൊട്ടടുത്ത് ഏത് ജില്ലയാണ്, ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ മാപ്പ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ക്രോമസോം മാപ്പും. ഒരു ലിങ്ക്ഡ് ജീൻ തമ്മിൽ ഒരു ലിങ്ക്ഡ് ജീനും മറ്റൊരു ജീനും തമ്മിൽ എത്ര ദൂരമുണ്ട്, അവരെവിടെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അവരുടെ ലീനിയർ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, ഒരാളുടെ അടുത്ത് മറ്റ് ആരാണ് ഇരിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഈ ക്രോമസോം മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ ഒരു ജീൻ നമ്മളൊരു സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ജീനിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ എന്താണ്, അവരുടെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അവരുടെ തൊട്ടടുത്ത് ആരാണുള്ളത്, ഇതെല്ലാം നമുക്ക് ഈ മാപ്പ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഡൈ ഹൈബ്രിഡ് അല്ലെങ്കിൽ ട്രൈ ഹൈബ്രിഡ് ക്രോസിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് ഈ മാപ്പ് നോക്കിയാൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡൈ ഹൈബ്രിഡ് അല്ലെങ്കിൽ ട്രൈ ഹൈബ്രിഡ് ക്രോസ് ഫീൽഡിൽ നമ്മൾ ചെയ്ത് റിസൾട്ട് കിട്ടാൻ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അത് അത്രയും സമയം നമ്മൾ വേസ്റ്റ് ആക്കാതെ നമുക്ക് ഈ മാപ്പ് യൂസ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു യൂസാണ്. ദെൻ മറ്റൊരു യൂസ് എന്ന് പറയുന്നത് ഒരു സ്പീഷീസിൻ്റെ ജനറ്റിക്കലി അവർക്ക് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ജീനോമാണുള്ളത്, അല്ലെങ്കിൽ അവരുടെ ജനറ്റിക് ഓർഗനൈസേഷൻ എങ്ങനെയാണ്, അത് നമുക്ക് കമ്പയർ ചെയ്യാനും അതുപോലെ അത് ജസ്റ്റ് ഈ ക്രോമസോം മാപ്പ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഒരു പർട്ടിക്കുലർ സ്പീഷീസ് എടുത്താൽ അവരുടെ ജീൻ മേക്കപ്പ് എങ്ങനെയാണുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഈ മാപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഈ മാപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതല്ല, അത് ക്രിയേറ്റ് ചെയ്യാൻ കുറേ സ്റ്റെപ്സ് ഉണ്ട്, അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് മാപ്പ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയാം. ബട്ട് അതിന് മുന്നേ നമ്മൾ പറയുന്നത് എന്തിനാണ് ഈ മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ യൂസ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ മറ്റൊരു യൂസ് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീൻ എടുത്തിട്ട് അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയാൽ ആ ഒരു ജീനിനെ നമുക്ക് ക്ലോൺ ചെയ്ത് ആ ജീനിൻ്റെ മോളിക്കുലർ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ജനറ്റിക് മാപ്പ് നോക്കിയാൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ജീനിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, ഈ ലോക്കസ് എന്ന് ഉദ്ദേശിക്കുന്ന അതിൻ്റെ ലൊക്കേഷനാണ്, അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ലോക്കസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ലൊക്കേഷനിൽ നിന്ന് ആ ജീനിനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യുവാണെങ്കിൽ അതിനെ ക്ലോൺ ചെയ്ത് അതിൻ്റെ മോളിക്കുലർ ഫീച്ചേഴ്സിനെ സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ജീൻ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ട് വരില്ല. നമുക്ക് ആ എൻ്റയർ DNA ക്ലോൺ ചെയ്യുകയോ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് മാപ്പ് നോക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന ജീൻ എവിടെയാണ് ഇരിക്കുന്നത്, ഓക്കെ ഇന്ന ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ആ ഒരു ലൊക്കേഷൻ മാത്രം കട്ട് ചെയ്ത് അതിൽ നമുക്ക് സ്റ്റഡി നടത്താൻ പറ്റും എന്നുള്ളൊരു യൂസ് മാപ്പിനുണ്ട്. ദെൻ മറ്റൊന്ന്, നമുക്ക് ഒന്നിലധികം സ്പീഷീസിൻ്റെ മാപ്പ് നമ്മളെടുത്ത് കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ, ഈ ജനറ്റിക് മാപ്പ് വെച്ചിട്ട് കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ ഏപ്സിൽ നിന്നാണ് ഹ്യൂമൻസ് ഇവോൾവ് ചെയ്തതെന്ന്. അങ്ങനെയാണെങ്കിൽ ഏപ്സിൻ്റെ DNA അല്ലെങ്കിൽ ക്രോമസോം മാപ്പും നമ്മുടെ ഹ്യൂമൻസിൻ്റെ ക്രോമസോം മാപ്പും എടുത്ത് കമ്പയർ ചെയ്താൽ നമുക്ക് സിമിലാരിറ്റീസും ഡിഫറൻസസും എല്ലാം കാണാൻ പറ്റും. എത്ര ജീൻസ് സിമിലർ ആയിട്ടുണ്ട് എന്നുള്ള സ്റ്റഡീസ് എല്ലാം നോക്കിയാൽ തന്നെ നമ്മൾ തമ്മിൽ ഇവല്യൂഷണറി റിലേഷൻ ഉണ്ടോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂസാണ് നമ്മുടെ ഹ്യൂമൻ ജീൻസ് നമുക്ക് ഏത് ഡിസീസാണ് തരുന്നത്, ആ ഡിസീസിനെ നമുക്ക് എങ്ങനെ ക്യൂർ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ആ അസുഖം നമുക്ക് വരുന്നതിന് മുന്നേ എങ്ങനെ നമുക്ക് അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും
എന്നുള്ളതെല്ലാം ഈ ക്രോമസോം മാപ്പിങ്ങിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ഫീറ്റസ്, അത് ബർത്തിന് മുന്നേ ഫീറ്റസിൻ്റെ ക്രോമസോം മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് നമുക്ക് അതിൻ്റെ DNA കളക്ട് ചെയ്യാൻ പറ്റും, ക്രോമസോം മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ വളർന്നു വരുന്ന ഈ ഫീറ്റസിന് ഭാവിയിൽ എന്ത് അസുഖം വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇന്ന അസുഖം വരുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതെല്ലാം നേരത്തെ ഫിക്സ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീൻ തെറാപ്പി അപ്പം മുതൽ, ഈ ഫീറ്റൽ കണ്ടീഷൻ മുതലേ നമുക്ക് ജീൻ തെറാപ്പി പ്രിഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള കുറേ ഡിസീസസിന് നേരത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും ഈ ക്രോമസോം മാപ്പിങ്ങിലൂടെ. ഹെൽത്ത് വൈസ് തന്നെ നമ്മൾ മറ്റൊരു യൂസ് നോക്കുകയാണെങ്കിൽ, നമ്മളൊരു കപ്പിളിൻ്റെ ക്രോമസോം മാപ്പ് സ്റ്റഡി ചെയ്താൽ അവർക്ക് ഇൻ ഫ്യൂച്ചർ ഉണ്ടാകാൻ പോകുന്ന ഓസ്പ്രിങ്സിന് എന്തൊക്കെ ഇൻഹെറിറ്റഡ് ഡിസീസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അഥവാ ഇങ്ങനെ എന്തെങ്കിലും ഡിസീസസ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ക്രോമസോം മാപ്പിലെ സ്റ്റഡീസ് കൊണ്ട് മനസ്സിലാവും. ഇനി ഈ ഹ്യൂമൻ ബേസിൽ മാത്രമല്ല, നമുക്ക് അഗ്രികൾച്ചർ ബേസിലാണെങ്കിലും പല യൂസസ് ക്രോമസോം മാപ്പ് വെച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് സ്ട്രെയിൻ ഇംപ്രൂവ്മെൻറ്റിന്, നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ ഓരോ പ്ലാന്റ്സിൻ്റെ സ്ട്രെയിൻ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ക്രോമസോം മാപ്പ് യൂസ് ചെയ്യാം. അതുപോലെ അനിമൽ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ നല്ല ബ്രീഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ക്രോമസോം മാപ്പിലെ സ്റ്റഡി കൊണ്ട് നമുക്ക് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് പോസിബിൾ പർപ്പസസ് ആൻഡ് യൂസസ് വരുന്നത്. നെക്സ്റ്റ് ഈസ് കൺസ്ട്രക്ഷൻ. ഈ ക്രോമസോം മാപ്പ് അല്ലെങ്കിൽ ജനറ്റിക് മാപ്പിൻ്റെ കൺസ്ട്രക്ഷനെ നമ്മൾ ക്രോമസോം മാപ്പിംഗ് അല്ലെങ്കിൽ ജനറ്റിക് മാപ്പിംഗ് എന്നാണ് പറയുന്നത്. അത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയുന്നതാണ്. നമ്മൾ ഇതും കൂടി റെപ്രസെൻറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞു വരുന്നത് ക്രോമസോം മാപ്പിങ്ങിനെ കുറിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് ഈ മാപ്പിൻ്റെ യൂസസ് അല്ലെങ്കിൽ പർപ്പസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് ഈ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടാണ്. ഇനി നമുക്ക് ജനറ്റിക് മാപ്പിങ്ങിൻ്റെ അല്ലെങ്കിൽ ക്രോമസോം മാപ്പിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമുക്ക് നോക്കാം. അപ്പോൾ കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ലിങ്കേജ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്രോമസോംസ്. ലിങ്കേജ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഒരു സ്പീഷീസിൻ്റെ ലിങ്കേജ് ഗ്രൂപ്പ് ഈസ് ഈക്വൽ ടു അവരുടെ നമ്പർ ഓഫ് ക്രോമസോംസ് തന്നെയാണ്. ഓക്കെ, ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിറ്റർമിനേഷൻ ഓഫ് ലിങ്കേജ് ഗ്രൂപ്പാണ്. അപ്പോൾ എപ്പോൾ നമ്മൾ ക്രോമസോം മാപ്പിംഗ് അല്ലെങ്കിൽ ജനറ്റിക് മാപ്പിംഗ് ചെയ്യാൻ തുടങ്ങുന്നു അതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് എത്ര നമ്പർ ഓഫ് ക്രോമസോം ആ സ്പീഷീസിനുണ്ട്, മറ്റൊന്ന് എത്ര ജീൻസ് അവർക്ക് ഉണ്ട് എന്നുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിച്ചതിന് ശേഷമേ നമുക്ക് മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ക്രോമസോമും ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ് ഇൻ ദാറ്റ് സ്പീഷീസ് ഇത് രണ്ടും ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് രണ്ട് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ നമ്മൾ മാപ്പ് ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 യൂണിറ്റാണ് നമ്മൾ ഈ മാപ്പ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ സ്കെയിലിലൊക്കെ സെൻറ്റിമീറ്റർ മീറ്റർ എന്നൊക്കെ കാണുന്നില്ലേ, അതുപോലെ തന്നെ ഈ മാപ്പിലും ഈ ക്രോമസോം മാപ്പിലും നമുക്ക് ഡിസ്റ്റൻസിന് ഓരോ വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 യൂണിറ്റുകളാണ്, മാപ്പ് യൂണിറ്റും മോർഗൻ യൂണിറ്റും. അപ്പോൾ മാപ്പ് യൂണിറ്റ് എന്ന് പറയുന്നത് 1 മാപ്പ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1% ക്രോസിംഗ് ഓവർ. ഓക്കെ, ഒരു ലീനിയർലി അറേഞ്ച് ചെയ്തിട്ടുള്ള ക്രോമസോമിൽ 1% ക്രോസിംഗ് ഓവറിനെയാണ് ഒരു മാപ്പ് യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിത് പറയുമ്പോൾ ക്ലിയർ ആവില്ല, ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കുറച്ച് എക്സാമ്പിൾസ് എല്ലാം ഞാൻ പറയാം, അപ്പോൾ മനസ്സിലാവും. ഇത്ര മനസ്സിലാക്കുക, ഒരു മാപ്പ് യൂണിറ്റ് എന്ന് പറയുന്നത് ലീനിയർലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്രോമസോമിലെ 1% ക്രോസിംഗ് ഓവർ അതിനെയാണ്. ഓക്കെ, അപ്പോൾ മോർഗൻ യൂണിറ്റിൽ ഒരു മോർഗൻ യൂണിറ്റ് എന്ന് പറയുന്നത് 100% ക്രോസിംഗ് ഓവറിനെയാണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ. മാപ്പ് യൂണിറ്റ് എന്ന് പറയുന്നത് 1 മാപ്പ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു 1% ക്രോസ് ഓവർ. 1 മോർഗൻ ഈസ് ഈക്വൽ ടു 100% ക്രോസ് ഓവർ. ഇനി നമുക്ക് 1% ക്രോസ് ഓവറിനെ മോർഗൻ യൂണിറ്റിൽ പറയുവാണെങ്കിൽ 1 സെൻറ്റി മോർഗൻ എന്ന് പറയും. മനസ്സിലായല്ലോ. 100% ക്രോസ് ഓവറിനെയാണ് ഒരു മോർഗനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1% ക്രോസ് ഓവറിനെ 1 സെൻറ്റി മോർഗനായിട്ട് നമ്മൾ കണക്കാക്കും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ഒരു എക്സാമ്പിളിൽ കാണാം. അപ്പോൾ 2 യൂണിറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക, മാപ്പ് യൂണിറ്റും മോർഗൻ യൂണിറ്റും. ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്ര ക്രോസ് ഓവർ നടന്നു, എത്ര % ക്രോസ് ഓവർ നടന്നു എന്നുള്ളതിലാണ്. അപ്പോൾ മാപ്പ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. മാപ്പ് ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് 2 പറഞ്ഞു.
ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ടെക്നിക്സ് ആണുള്ളത്. ഒന്ന് 2 പോയിന്റ് ടെസ്റ്റ് ക്രോസും മറ്റൊന്ന് 3 പോയിന്റ് ടെസ്റ്റ് ക്രോസും. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് 2 പോയിന്റ് ആണ്. 2 പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഡൈഹൈബ്രിഡിലെ പോലെ തന്നെ നമ്മൾ രണ്ട് ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ രണ്ട് അല്ലീൽസിനെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. അതുകൊണ്ടാണ് നമ്മൾ 2 പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 പോയിന്റ് ടെസ്റ്റ് ക്രോസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ഒരു പാരന്റിനെ നമ്മൾ നോക്കുക. ലോങ് വിങ്സ് ഗ്രേ ബോഡിയുള്ള പാരന്റ് ആണ്. സെക്കൻഡ് വൺ ഈസ് വെസ്റ്റിജിയൽ വിങ്സ് ബ്ലാക്ക് ബോഡിയുള്ള ഒരു ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള ഒരു പാരന്റ് ആണ്. ഇവർ തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ F1 നമുക്ക് എന്താ വരുന്നത്? ഹെട്രോസൈഗസ് ആയിട്ടുള്ള ലോങ് വിങ്സ് ഗ്രേ ബോഡിയുള്ള ഈ ഒരു ഓഫ്സ്പ്രിങ്ങിനെയാണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾ സാധാരണ ടോൾ ആൻഡ് ഡോർഫ് ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി ക്രോസ് സ്മോൾ ടി ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ ഓഫ്സ്പ്രിങ്ങിനെയല്ലേ നമുക്ക് കിട്ടുന്നത്. സെയിം ടെക്നിക്ക് തന്നെയാണ് ഇവിടെ. അപ്പോൾ F1 നമുക്ക് കിട്ടിയിട്ടുള്ളത് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഈ ഒരു ഓഫ്സ്പ്രിങ്ങിനെയാണ്. ഇനിയാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. ഈ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്ങിനെ നമ്മൾ റെസസീവ് ഹോമോസൈഗസ് ആയിട്ടുള്ള പാരന്റിനെ കൊണ്ടാണ് ക്രോസ് ചെയ്യുന്നത്. സി വെസ്റ്റിജിയൽ വിങ്സ് ഉള്ള ബ്ലാക്ക് ബോഡിയുള്ള ഈ ഒരു പാരന്റുമായിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോസിബിൾ ഓഫ്സ്പ്രിങ്സ് വരുന്നത്. നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ എക്സാമ്പിളിൽ ടോട്ടൽ 1000 ഓഫ്സ്പ്രിങ്സിനെയാണ് നമ്മൾ ഇതിൽ അസ്യൂം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ എക്സാമ്പിളിൽ 1000 ഓഫ്സ്പ്രിങ്സിനെ നമ്മൾ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് ഈ ആദ്യം വന്നിട്ടുള്ള ഈ രണ്ട് ടൈപ്പ് ഓഫ് ഓഫ്സ്പ്രിങ്സിനെ ശ്രദ്ധിക്കുക. ഇത് ടോട്ടൽ 415 പ്ലസ് 405 മൊത്തം 820 ഓഫ്സ്പ്രിങ്സ് പേരന്റൽ ടൈപ്പാണ്. അതായത് ഇവർക്ക് ക്രോസിംഗ് ഓവറോ റീകോമ്പിനേഷനോ ഒന്നും നടന്നിട്ടില്ല. ഇവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് സെയിം ആസ് ദാറ്റ് ഓഫ് പേരന്റ്. ലോങ് വിങ്സ് ഗ്രേ ബോഡി അല്ലെങ്കിൽ വെസ്റ്റിജിയൽ വിങ്സ് ബ്ലാക്ക് ബോഡി പേരന്റിനെ പോലെ തന്നെയാണ്. ഇനി ഇവരെ നോക്കുക. ഈ രണ്ട് ക്ലാസ്സിൽ വരുന്ന 92 പ്ലസ് 88 ഓഫ്സ്പ്രിങ്സ്, അതായത് മൊത്തം 180 ഓഫ്സ്പ്രിങ്സ് വരുന്നത് ഇവർക്ക് ഒരു മിക്സപ്പ് വന്നിട്ടുണ്ട്. അതായത് ഒരു ക്രോസിംഗ് ഓവർ വന്നിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായി? ദാ ഈ ഒരു പിക്ചർ നോക്കുക. ഇതിനകത്ത് പകുതി ഗ്രീൻ പകുതി ബ്ലൂ, ഇവിടെ നോക്കുക പകുതി ബ്ലൂ പകുതി ഗ്രീൻ, ഈ ഒരു മിക്സപ്പ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു ക്രോസിംഗ് ഓവർ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ ക്രോസിംഗ് ഓവർ സംഭവിച്ചിട്ടുള്ള 180 ഓഫ്സ്പ്രിങ്സ് ഉണ്ട്. ക്രോസിംഗ് ഓവർ ഒന്നും സംഭവിക്കാത്ത 820 ഓഫ്സ്പ്രിങ്സ് ആണ് ഉള്ളത്. ഇത്രയും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് മാപ്പ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ നോക്കുക. നമ്പർ ഓഫ് ക്രോസിംഗ് ഓവർ. അപ്പോൾ ആദ്യത്തെ ഈ ഒരു നമ്പർ ഓഫ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് നോൺ റീകോമ്പിനൻ്റ് ആയിട്ടുള്ള ഈ വരുന്ന ക്ലാസിഫിക്കേഷനിൽ വന്നിട്ടുള്ള നമ്പർ ഓഫ് ക്രോസിംഗ് ഓവർ എത്രയാണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആദ്യത്തെ ഈ ഒരു ഹാഫിൽ വന്ന ഈ പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ പറയുന്നത് ഈ രണ്ട് പേരുടെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ക്രോസിംഗ് ഓവർ then total number of non recombinant divided by total number of offspring. ഇത്രയാണ് ഫസ്റ്റ് ഹാഫ്. ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ രണ്ട് പേരുടെ കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ ഈ ബ്രാക്കറ്റിനകത്ത് എന്താണുള്ളത്? നമ്പർ ഓഫ് ക്രോസിംഗ് ഓവർ. ഇവരിലുള്ള നമ്പർ ഓഫ് ക്രോസിംഗ് ഓവർ എത്രയാണ്? 0. ആ 0 അങ്ങനെ തന്നെ കിടക്കുക. ആ 0ക്ക് ഇനി നമ്മൾ അവിടെ വലിയ റോളൊന്നും കൊടുക്കുന്നില്ല. അതവിടെ ബ്രാക്കറ്റിൽ കിടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്പർ ഓഫ് ക്രോസിംഗ് ഓവർ അവിടെ നടന്നിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം 0 നമ്മളവിടെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇക്വേഷനിൽ അതിൽ കാൽക്കുലേഷനിൽ കൂട്ടുന്നില്ല. അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഇല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോവില്ലേ എന്നുള്ളൊരു മൈൻഡ് നിങ്ങൾക്ക് വരും. ബട്ട് ഇവിടെ കാൽക്കുലേഷനിൽ നമ്മൾ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന 0 എടുക്കുന്നില്ല. ആ ഒരു 0 അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവിടെ ക്രോസിംഗ് ഓവർ നടന്നിട്ടില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് നോൺ റീകോമ്പിനൻസ്. നോൺ റീകോമ്പിനൻസ് ആരൊക്കെയാണ്? ഇതും നോൺ റീകോമ്പിനൻ്റ് ആണ്. ഈ 405 നോൺ റീകോമ്പിനൻ്റ് ആണ്. അപ്പോൾ ടോട്ടൽ 820 റീകോമ്പിനൻസ് ഉണ്ട്. സി 415 പ്ലസ് 405 നോൺ റീകോമ്പിനൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് നമ്മൾ ആദ്യം പറഞ്ഞു 1000 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. പ്ലസ് ഇനി സെക്കൻഡ് ഹാഫ് നമ്പർ ഓഫ് ക്രോസിംഗ് ഓവർ ഇൻ റീകോമ്പിനൻസ്. ഈ വരുന്ന ക്ലാസിഫിക്കേഷനിൽ ഈ വരുന്ന രണ്ട് ടീംസിൽ എത്ര നമ്പർ ഓഫ് ക്രോസിംഗ് ഓവർ നടന്നിട്ടുണ്ട് അത് കാണിക്കുക. 1 ഒരു ക്രോസിംഗ് ഓവർ, അതിവിടെ ഇട്ടു. ദെൻ അടുത്ത എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് റീകോമ്പിനൻസ്. ഇതിൽ റീകോമ്പിനൻസ് എത്ര ഉണ്ട്? 92 പ്ലസ് 88 അതിട്ടു ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ഈസ് 1000. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ ആണ് നമ്മൾ മാപ്പ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഈസ് 0.18 മോർഗൻ. ഓക്കെ, 0.18 മോർഗൻ ആണ് ഇവരുടെ മാപ്പ് ഡിസ്റ്റൻസ്. മനസ്സിലായല്ലോ? നിങ്ങളിതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഈ ഞാൻ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ വച്ചിട്ട്
ഈ താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് 0.18 മോർഗൻ ആണ് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഇതാണ് ഇവരുടെ മാപ്പ് ഡിസ്റ്റൻസ്. മനസ്സിലായല്ലോ എങ്ങനെയാണ് മാപ്പ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് യൂസിങ് 2 പോയിന്റ് ടെസ്റ്റ് ക്രോസ്. ഇനി 3 പോയിന്റ് ടെസ്റ്റ് ക്രോസ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം? ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. ABC എന്ന് പറയുന്ന 3 ജീൻ എടുത്തിരിക്കുന്നു. സെയിം പഴയ രീതിയിൽ തന്നെ നമ്മൾ ഇവരെയും ക്രോസ് ചെയ്യാണ്, ഇവരുടെ ഇടയിലും ടെസ്റ്റ് ക്രോസ് തന്നെ ചെയ്യാണ്. ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾ നോക്കുക. 2 പോയിന്റ് പോലെ തന്നെയാണ് 3 പോയിന്റ്, ഒരു ക്യാരക്ടറും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മനസ്സിലാക്കാൻ എളുപ്പത്തിനും കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാതിരിക്കാനാണ് ABC എന്നുള്ള 3 ക്യാരക്ടറായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇവരുടെ ഓഫ്സ്പ്രിങ്സ് എന്താണ് റിസൾട്ട് എന്ന് നോക്കാം. ഇതാണ് അവരുടെ റിസൾട്ട്. അനലൈസ് ചെയ്യുക. ഇതിനകത്ത് 390 പ്ലസ് 374 പാരന്റൽ ടൈപ്പാണ്. അതായത് അവർക്ക് റീകോമ്പിനേഷനോ ക്രോസിംഗ് ഓവറോ ഒന്നും നടക്കാത്ത ഫസ്റ്റ് ഹാഫിൽ, ഇക്വേഷൻ്റെ ഫസ്റ്റ് ഹാഫിൽ വരുന്ന 2 ടീംസാണ് ഇവർ. പാരന്റൽ ടൈപ്പ് 390 പ്ലസ് 374. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കഴിഞ്ഞു. ഇതിൽ നമ്മൾ 3 സെക്ഷനായിട്ട് ചെയ്യണം. രണ്ടാമത്തെ സെക്ഷനിൽ വരുന്നത് ഒരു ക്രോസിംഗ് ഓവർ നടന്നിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഇവിടെ സിംഗിൾ ക്രോസിംഗ് ഓവർ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. 27 പ്ലസ് 30 പ്ലസ് ഇവിടെയുണ്ട് 81 പ്ലസ് 85. അപ്പോൾ ഇവരൊക്കെയാണ് സിംഗിൾ ക്രോസിംഗ് ഓവർ നടന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സെക്കൻഡ് സെക്ഷന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെയും ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ് വരുന്നത് 1000 ആണ്. ദെൻ പ്ലസ് അടുത്തത് 2 ക്രോസിംഗ് ഓവർ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ ഒരു ക്രോസിംഗ് ഓവറും കൂടെ കൂട്ടുന്നുണ്ട് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കാൽക്കുലേഷനിൽ. മറ്റേ ആദ്യത്തെ കാൽക്കുലേഷൻ്റെ കൂടെ പ്ലസ് നമ്മൾ അടുത്ത ക്രോസിംഗ് ഓവറും കൂടെ ആഡ് ചെയ്യുന്നു. പ്ലസ് നമ്മൾ 2 ഇൻറ്റു 5 പ്ലസ് 8 ഡിവൈഡഡ് ബൈ 1000 ഇതും കൂടെ നമ്മൾ കൂട്ടുന്നു. മനസ്സിലായല്ലോ? നമ്മൾ ആദ്യത്തെ ഇക്വേഷനിൽ 2 ഹാഫായിട്ടാണ് തിരിച്ചത്. ആദ്യത്തെ ഹാഫിൽ വരുന്നത് പാരന്റൽ ക്യാരക്ടർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ് പ്ലസ് രണ്ടാമത്തെ ഹാഫ് എന്താണ്? സിംഗിൾ ക്രോസിംഗ് ഓവർ വന്നിട്ടുള്ള ഓഫ്സ്പ്രിങ്സിൻ്റെ നമ്പർ ഡിവൈഡഡ് ബൈ 1000. അതിൻ്റെ കൂടെ പ്ലസ് ഇനി മൂന്നാമത്തെ ഒരു പാർട്ടും കൂടെ വരണം. 2 ക്രോസിംഗ് ഓവർ നടന്നിട്ടുള്ള ഓഫ്സ്പ്രിങ്സ്, അതായത് ഇവരെ രണ്ടുപേരെയും കൂടെ നമ്മൾ കൂട്ടണം. അപ്പോൾ 2 ഇൻറ്റു 8 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 1000 എന്നുള്ളതാണ് ഇതിലൊരു കാൽക്കുലേഷൻ വരേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലായതനുസരിച്ചിട്ട് ആദ്യത്തെ ഇക്വേഷനിൽ മോഡിഫിക്കേഷൻ വരുത്തി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് ഇവരുടെ ഇടയിലുള്ള മാപ്പ് ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് മാപ്പ് ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു. നമ്മളെടുത്തിട്ടുള്ള ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ജീൻ ഓർഡർ ഡിറ്റർമൈൻ ചെയ്യണം. ജീൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലീനിയർലി ഒരു ക്രോമസോമിൽ ജീൻസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഇത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യണം. ഇത് ഡിറ്റർമൈൻ ചെയ്യാൻ നമുക്ക് 3 പോയിന്റ് ടെസ്റ്റ് ക്രോസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ 3 പോയിന്റ് ടെസ്റ്റ് ക്രോസിൽ കിട്ടിയിട്ടുള്ള വാല്യൂസ് വെച്ചിട്ട്, അപ്പോൾ 3 പോയിന്റ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുമ്പോൾ 3 ക്യാരക്ടറാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും തമ്മിലുള്ള ഡിസ്റ്റൻസ്, നമ്മൾ ഓവറോൾ ഡിസ്റ്റൻസും അതല്ലാതെ ഓരോ ജീൻസ് തമ്മിൽ, ഇപ്പോൾ ABC-യിൽ A to B ഉള്ള ഡിസ്റ്റൻസും B to C ഉള്ള ഡിസ്റ്റൻസും A to C ഉള്ള ഡിസ്റ്റൻസും ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് സെപ്പറേറ്റ്ലി എടുത്തതിന് ശേഷം നമുക്കത് യൂസ് ചെയ്ത് ഈ 3 പോയിന്റ് ടെസ്റ്റ് ക്രോസിൻ്റെ റിസൾട്ട് യൂസ് ചെയ്ത് നമുക്ക് ജീൻ ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ജീൻ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾ ഓരോ പോർഷൻ ഓഫ് ജീനിനും സെപ്പറേറ്റ്ലി ഈ മാപ്പ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം ജീൻ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കുകയും വേണം. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ നമ്മൾ ജീൻ ഓർഡർ 3 പോയിന്റ് ടെസ്റ്റ് ക്രോസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്തത് നമ്മൾ ചെയ്യുന്നത് കമ്പൈനിങ് മാപ്പ് സെഗ്മെൻറ്റ്സ് ആണ്. അപ്പോൾ മാപ്പ് സെഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ക്രോമസോം മാപ്പിംഗ് അല്ലെങ്കിൽ ജനറ്റിക് മാപ്പിംഗ് ചെയ്യുമ്പോൾ ഒരു ക്രോമസോമൽ DNA-യുടെ one end to other end എൻറ്റയർലി നമ്മളങ്ങനെ ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു വലിയ ക്രോമസോമൽ DNA അല്ലെങ്കിൽ ക്രോമസോമിനെ പല പല സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെഗ്മെൻറ്റിലെയും DNA ആണ് നമ്മൾ, ഓരോ സെഗ്മെൻറ്റിലെയും ജീനിനെയാണ് നമ്മൾ ആദ്യം മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്രോമസോമിനെ എടുത്താൽ ഈ ഒരു ക്രോമസോമിലെ തന്നെ ഒരു 10-20 സെഗ്മെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോ സെഗ്മെൻറ്റിലെയും ജീൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ ആ ഡിസ്റ്റൻസ് യൂസ് ചെയ്ത് ആ ഒരു സെഗ്മെൻറ്റിലെ ജീൻ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെയാണ് അതിനകത്തുള്ള ജീൻസിൻ്റെ ഓർഡർ അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യും. അങ്ങനെ ഓരോ സെഗ്മെൻറ്റ് 20 സെഗ്മെൻറ്റ് ഉണ്ടെങ്കിൽ 20 സെഗ്മെൻറ്റിൻ്റെയും സെപ്പറേറ്റ്ലി ജീൻ ഡിസ്റ്റൻസും ജീൻ ഓർഡറും കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഫൈനലി ഈ സെഗ്മെൻറ്റ്സ് എല്ലാം
ഓർഡർ അനുസരിച്ച് നമ്മൾ റീജോയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ സെഗ്മെൻറ്റ്സും റീജോയിൻ ചെയ്ത് നമുക്ക് ഫൈനൽ കിട്ടുന്ന ഒരു റിസൾട്ടാണ് ഇതുപോലെ നമുക്ക് ഓരോ ജീൻസിൻ്റെയും പേര് ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഇത് ഈ ഒരു ക്രോമസോമിലുള്ള കുറച്ച് ജീൻസിൻ്റെ ഡീറ്റെയിൽസേ കൊടുത്തിട്ടുള്ളൂ. ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നോക്കുക, ഇതിൽ നമ്മുടെ പൊസിഷൻ, നമ്മുടെ ലോക്കസ്, ഓരോ ലോക്കസിൽ വന്നിട്ടുള്ള ജീൻ ഏതൊക്കെയാണ്, അങ്ങനെയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. അപ്പം മറ്റ് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അത് ക്രോമസോം 1, 2, 3, 4, 5, 6 അങ്ങനെ ഓരോ ക്രോമസോമിലെയും മാപ്പിംഗ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓരോന്നിൻ്റെ ലോക്കസ്, ഓരോന്നിൻ്റെ പൊസിഷൻ, ഓരോ പൊസിഷനിൽ ഏത് ജീനാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മാപ്പ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു ക്രോമസോമിൻ്റെ എൻ്റയർ ലെങ്ത് എത്രയാണ്, എത്രയാണ് മൊത്തം ഡിസ്റ്റൻസ്, ഒരു ജീൻ ടു ടോട്ടൽ ജീൻ്റെ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് എന്നുള്ളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ക്രോമസോം മാപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണിത്. ഇതൊരു മെയ്സിൻ്റെ ക്രോമസോം മാപ്പാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എല്ലാ സെഗ്മെൻറ്റ്സും കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട്. ഇത് നമ്മൾ 3 പോയിന്റ് മാപ്പിംഗ് യൂസ് ചെയ്തിട്ട് മാപ്പിംഗ് ചെയ്തിട്ടുള്ള ഡ്രോസോഫില്ലയുടെ ക്രോമസോം മാപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്രോമസോം മാപ്പിംഗ് എന്താണ്, എങ്ങനെയാണ് മാപ്പിംഗ് ചെയ്യുന്നത്, എന്താണ് മാപ്പിങ്ങിൻ്റെ യൂസസ്, ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റിൽ ചോദിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ 3 പോയിന്റ് ടെസ്റ്റ് ക്രോസിലെ കാൽക്കുലേഷൻസ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ മസ്റ്റായിട്ടും 2 പോയിന്റ് ആൻഡ് 3 പോയിന്റ് ടെസ്റ്റ് ക്രോസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. പറ്റുമെങ്കിൽ 3 പോയിന്റിൻ്റെ കൂടെ കാൽക്കുലേഷൻ ചെയ്യാൻ നോക്കുക. നിർബന്ധമായിട്ടും 2 പോയിന്റിൻ്റെ കാൽക്കുലേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, താങ്ക് യു.